ധ്യാൻ ശ്രീനിവാസനും വിനീതൊക്കെ വലുതായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ മക്കൾ IPS ആരോ IAS ആരോ ഡോക്ടർമാരോ കളക്ടർമാരോ ഒന്നും ആവേണ്ടതില്ല. കുട്ടിക്കാലത്താണ്. അവർക്ക് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ ധ്യാൻ ശ്രീനിവാസനും വിനീതൊക്കെ വലുതായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഇതുപോലുള്ള 100,000 അനുഭവങ്ങളാണ് 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവാറില്ല, തർക്കിക്കാറില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നാടോടിക്കാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ലവണ്ണം തർക്കം ഉണ്ടാവാറുണ്ട്, വഴക്കുണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മുട്ടി നിൽക്കും. ആ മുട്ടി നിൽക്കുമ്പോൾ അത് കടന്നു പോകാൻ എന്താ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് പലപ്പോഴും അറിയില്ല. ഒരു ദിവസം അത് പറയാം. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രിയദർശനെ വിളിക്കാം, പ്രിയനായിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ നല്ല കാര്യം. ആ പ്രിയനും സെഞ്ചുറി കൊഞ്ചുപോനും ഒക്കെ കൂടി മുറിയിൽ വന്നു. എനിക്കും ഹാപ്പിയായി. ഇവർ 3-4 ആളും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എൻ്റെ ഒരു ഫ്ലാറ്റുണ്ട് അവിടെ. രാത്രി ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രിയനും കൊച്ചുമോനൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ശ്രീനി പറഞ്ഞു ക്ലൈമാക്സ് വരെയുള്ള സീനായി. എന്നിട്ട് ശ്രീനി പറഞ്ഞ ആ ക്ലൈമാക്സ് വരെയുള്ള പോർഷൻ എനിക്ക് ഇഷ്ടമായില്ല. ഇവർ പ്രിയൻ അതിൻ്റെ ഇടയിൽ നിന്ന് കയറി വന്നു. പ്രിയന് തോന്നുന്ന കാര്യം പറഞ്ഞു, കൊച്ചുമോൻ തോന്നുന്ന കാര്യം കൊച്ചുമോൻ പറഞ്ഞു. അങ്ങനെ ഇതൊന്ന് തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഇത് പോരാ ശ്രീനി, കുറച്ചും കൂടി കൂടുതൽ വേണം. പെട്ടെന്ന് ദേഷ്യം വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഭിക്ഷാന്തേഹിയായിട്ട് നടന്നിട്ടില്ല. ഞാൻ നാളെ പോവാണ്, നിങ്ങൾ ഈ സിനിമ എന്ത് വേണമെങ്കിൽ ചെയ്തോ. അപ്പോൾ സിനിമ ഷൂട്ടിങ് തുടങ്ങി. പുള്ളി പറഞ്ഞു, എനിക്കത് നടന്ന കാര്യമില്ല, നാളെ വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ പോകും. കരിമ്പടം പോച്ചൊരു ഒറ്റ കിടപ്പാണ്. പിന്നെ മിണ്ടിയില്ല. ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ വന്നു. അപ്പോൾ പുള്ളി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖത്ത് കടന്നൽ കുത്തിയ പോലെ തന്നെയാണ്. തലേദിവസത്തെ ദേഷ്യം മാറിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്നലെ പറഞ്ഞതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഇതിന് വേറൊരു റൂട്ട് ഉണ്ടാക്കിയപ്പോൾ അത് തെളിഞ്ഞു കുറച്ചുകൂടി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്നലെ ഉണ്ടാക്കിയത് ശരിയല്ല അല്ലേ? ഞാൻ പറഞ്ഞ അല്ല, ഹൃദയംഗമമായ മാപ്പ്, അതാണ്, വേറൊന്നുമില്ല. നമ്മൾ ലിറ്ററേച്ചറാണ്, ഹൃദയംഗമമായ മാപ്പ്. ഞാൻ ചിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയാണ് ശ്രീനിവാസനും ഞാനും ഞങ്ങളും തമ്മിലുള്ള ബന്ധമൊക്കെ വരുന്നത്. പ്രിയദർശൻ നമ്മളതിലെ ഒരു സീൻ നിങ്ങൾ നോക്കിയാൽ കാണാം. നാടോടിക്കാറ്റിൽ ശ്രീനി ഞാനും കൂടി ഉണ്ടാക്കിയ ഒരു സീൻ, ഒരു പോർഷൻ വരെയല്ല. അതിൽ ശ്രീനിവാസൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ചാൻസ് അന്വേഷിച്ച് പോകുന്നുണ്ട്. സോമൻ, IV ശശിയും സോമനൊക്കെ ഉള്ള ഷൂട്ടിംഗ് സ്പോട്ടിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊരു കശപശയൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇയാളെ ഓടിക്കുമ്പോൾ ഒരു തോക്ക് ഇയാളുടെ കൈ വന്ന് പെടും. ആ തോക്കും കൊണ്ടാണ് ശ്രീനിവാസൻ മതിൽ ചാടുന്നത്. അത് വരെയായിരുന്നു സീൻ. പ്രിയൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞു, ഇതാണ് സീൻ. പ്രിയൻ പറഞ്ഞു, അവിടെ നിർത്തരുത്, ആ തോക്ക് കണ്ടിട്ട് അപ്പുറത്ത് അനന്തൻ നമ്പ്യാരുടെ 2 ഗുണ്ടകളുണ്ട്, അവർ ഞെട്ടണം, അവരോടണം, അവർ പിന്നിൽ ഇവരോടണം, ഇവരെ കണ്ടിട്ട് അനന്തമ്പ്യാർ എണീറ്റ് ഓടണം. അതങ്ങനെ വിടരുന്ന സത്യമാണ്. അതിലൊരു പ്രിയദർശൻ ടച്ച് നമുക്ക് കാണാം നാടോടിക്കാറ്റിൽ. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അന്ന്. പരസ്പരം പല കാര്യങ്ങളും അങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ നമുക്ക് കഥയ്ക്ക് ക്ലൈമാക്സ് കിട്ടാതാവുന്ന സമയത്ത് ചിലപ്പോൾ ഫാസിലിനെ വിളിക്കും, അല്ലെങ്കിൽ പ്രിയനുണ്ടാവും, ശ്രീനി ഉണ്ടാവും. ഞങ്ങളൊക്കെ ഒന്നിച്ച് പരസ്പരം സിനിമ കൊണ്ട് മത്സരിക്കുന്നുണ്ടാവും, പക്ഷേ സിനിമയ്ക്ക് ഉള്ളിൽ മത്സരമില്ല.